ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ് അത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോത മീനാണ്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇതിലേക്ക് പൊടി അഴുക്കും ഒക്കെ കാണാം. അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ കഴുകിയെടുക്കുന്നത്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി വരുമ്പോൾ കടുക് പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് വഴറ്റിയെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കരിഞ്ഞു പോകരുത്. ആ രീതിയിൽ നമുക്ക് നന്നായിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി നമ്മൾ കുതിർത്തെടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളത്തോടു കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഇതിനി സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ ചട്ടി കയ്യിലെടുത്തിട്ടൊന്ന് ചുറ്റിച്ച് വെച്ചാൽ മതിയാവും. ചാറ് നന്നായിട്ട് വറ്റി വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ച് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. 2 മണിക്കൂറെങ്കിലും വെച്ചാലേ മീനിലേക്ക് എല്ലാം പിടിച്ചു വരത്തുള്ളൂ. അപ്പം ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷമാണ് അടപ്പ് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനൊന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.